നമ്മൾ മ്യൂസിക് ഡയറക്ടേഴ്സിനെ പരിചയപ്പെട്ടു, മ്യൂസിഷ്യൻസിനെ പരിചയപ്പെട്ടു, മ്യൂസിക് കണ്ടക്ടേഴ്സിനെ പരിചയപ്പെട്ടു. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളുണ്ട്. അത് അധികം എക്സ്പോസ് ചെയ്യപ്പെടാത്തൊരു മേഖലയാണ്. അത് മ്യൂസിഷ്യൻസിനെ അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്ന ജോലിയാണ്. മ്യൂസിക് ഡയറക്ടറുടെ റൈറ്റ് ഹാൻഡായിട്ട് നിന്ന് ഏറ്റവും മികച്ച മ്യൂസിഷ്യൻസിനെ അറേഞ്ച് ചെയ്ത് റെക്കോർഡിങ്ങിന് എത്തിക്കുകയും അവരെ ഇൻറ്റിമേറ്റ് ചെയ്യുകയും ഈ റെക്കോർഡിംഗ് വിവരങ്ങൾ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ജോലിയുണ്ട്. ഒരിക്കൽ മ്യൂസിഷ്യനായി തുടങ്ങിയ പല സിനിമകളിലും മ്യൂസിഷ്യനായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്ത വിൻസെൻ്റ്, അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഞാൻ മദ്രാസിൽ വരുന്ന കാലത്ത് വിൻസെൻ്റിന് ഒരു ട്വിൻ ബ്രദർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ജോസ് എന്നായിരുന്നു. അദ്ദേഹം തബലിസ്റ്റായിരുന്നു. ഈ അടുത്ത് അദ്ദേഹം നമ്മെ വിട്ടുപോയി. വിൻസെൻ്റിനോട് അവരുടെ പ്രൊഫഷൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ചോദിക്കും. നാട്ടിലെവിടെ സ്ഥലം? തൃശ്ശൂരാണ്. ഏത് ഇയറിലാണ് ഇവിടെ മദ്രാസിലേക്ക് വരുന്നത്? ഞാനിവിടെ 79 വന്നത് മ്യൂസിഷ്യനായിട്ടാണ്. ബ്രദറും രണ്ടുപേരും റിതം സെക്ഷനിൽ വായിക്കാൻ വേണ്ടി വന്നു. പിന്നീട് എപ്പോഴാണ് ഈ മ്യൂസിക് അറേഞ്ചർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്? മ്യൂസിക് അറേഞ്ചറായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ കാര്യം നിസാരം എന്നുള്ള പടത്തിലാണ്. കാര്യം നിസാരം. അന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റിൻ്റെ സാധ്യത എങ്ങനെയാണ് വന്നത്? അന്ന് ഈ ഫോൺ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരുന്നോ? അല്ല, അന്ന് ഇവിടെ മദ്രാസിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. പണ്ടേ മുതൽ ഒരു മ്യൂസിക് കോർഡിനേറ്റർ സിസ്റ്റം ഉണ്ടായിരുന്നു. മ്യൂസിക് കോർഡിനേറ്റർ എന്നാണ് അതിന് പറയാ. അങ്ങനെ സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരോ മ്യൂസിക് ഡയറക്ടറിനും ഒരാൾ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ സന്ദർഭത്തിൽ എനിക്ക് ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിനെ കിട്ടി. അങ്ങനെ അത് പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്തു. അതിൽ കുറച്ച് ഇൻകം കൂടുതലായപ്പോൾ മ്യൂസിഷ്യൻഷിപ്പ് വിട്ട് ഇതിലേക്ക് വന്നു. കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. കുറച്ച് സിനിമകളിൽ. ഏതൊക്കെയായിരുന്നു സിനിമകൾ ഓർമ്മയുണ്ട്? മെയിനായി രാഗങ്ങളെ മോഹങ്ങളെ. താരാട്ട് എന്ന് പറഞ്ഞ പടം. അതിൽ ആ രാഗങ്ങളെ മോഹങ്ങളെ എന്നുള്ള പാട്ടിൽ ഞാൻ ഹാർമോണിയം, ജോസ് തബല, പിന്നെ മനുഷ്യമൃഗം ജയൻ്റെ കൂടെ. ഇപ്പോൾ എത്ര മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും? എൻ്റെ ആരംഭം കണ്ണൂർ രാജൻ, രണ്ടാമത് രവീന്ദ്രൻ, മൂന്നാമത് ജോൺസൺ, രാജാമണി, ശരത്ത്, ജയചന്ദ്രൻ. ഇപ്പോഴുള്ള പലരും, ദീപക് ദേവ്, രാഹുൽ രാജ്, ഗോപി സുന്ദർ, ഔസേ ബച്ചൻ. ഇതിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് രാജാമണി ആൻഡ് എം ജയചന്ദ്രനാണ് കൂടുതൽ. ശരത്ത്. മറ്റു ഭാഷകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ? മറ്റു ഭാഷകളിൽ കീരവാണി, തെലുങ്കിൽ എം ശ്രീലേഖ. പിന്നെ ഹിന്ദിയിൽ വിശാൽ ശേഖറിൻ്റെ ഇപ്പോൾ ഞാൻ റെഗുലറായിട്ട് ഓം ശാന്തി ഓം ഞാൻ തന്നെ വർക്ക് ചെയ്ത്. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് കുർബാൻ. പുതിയ റീ റെക്കോർഡിംഗ് സിസ്റ്റവും പുതിയ റെക്കോർഡിംഗ് സിസ്റ്റം ഒക്കെ വന്നപ്പോൾ അത് ഈ പ്രൊഫഷനെ എങ്ങനെയെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? പ്രൊഫഷന് കുറച്ച് വ്യത്യാസങ്ങൾ ബാധിപ്പ് വന്നിട്ടുണ്ട്. കാരണം മറ്റേത് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 days 4 days 5 days വർക്ക് കോർഡിനേറ്റർക്ക് ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ അങ്ങനെയില്ല. ഇപ്പോൾ അതൊരു പ്രോഗ്രാമിങ് കഴിഞ്ഞ് വീണ്ടും ലൈവ് വരുമ്പോഴേക്കാണ് നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. അങ്ങനെ ഒരു ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. എന്താണ് ഇപ്പം ഇനി ഫ്യൂച്ചറിൽ ഇപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻസ് ഇതൊക്കെ കൂടി, ഇപ്പം എല്ലാവരുടെയും മൊബൈലുണ്ട്. കോണ്ടാക്ട് ചെയ്യാൻ വേണമെങ്കിൽ മ്യൂസിക് ഡയറക്ടർക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം. അങ്ങനെ സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ പലരും ചെയ്യുന്നു. പക്ഷേ ഒരുപാട് വർഷങ്ങളായിട്ട് അവരുടെ കൂടെ നിൽക്കുന്ന കാരണം അങ്ങനെ ഇത് പലരും ചെയ്യുന്നില്ല. പിന്നെ പുതിയ കോണ്ടാക്ട്സ് വന്നുകൊണ്ടിരിക്കുന്നു. പുതിയ മ്യൂസിഷ്യൻസ് ഇപ്പോൾ വരുന്നുണ്ടോ? പുതിയ മ്യൂസിഷ്യൻസ് റെഗുലറായിട്ട് വരുന്നുണ്ട്. ഒരുപാട് മ്യൂസിഷ്യൻസ് വരുന്നുണ്ട്. അത് ഏത് തരം ഇൻസ്ട്രുമെൻസിലാണ് അത് കൂടുതൽ ആളുകൾ? കീബോർഡ്സിലാണ് ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത്. കാരണം കീബോർഡ്സിലാണ് കൂടുതൽ വരുമാനമുള്ളത്. അതുകൊണ്ട് കീബോർഡ്സിലാണ് കൂടുതൽ കെയർ ചെയ്യുന്നത്. പണ്ടാണെങ്കിൽ നമുക്ക് ലൈവ് ഇൻസ്ട്രുമെൻറ്റ്സ് വളരെ റയർ ലൈവ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ സെന്തൂർ, ഷെഹനായി, ഡിക്കി തരംഗ്, അങ്ങനെ കുറേ സ്പെഷ്യൽ സാധനങ്ങളുണ്ടല്ലോ. അത് വായിക്കാൻ അധികം ആൾക്കാരുണ്ടാവില്ല. ആ മേഖലയിൽ ഇപ്പോൾ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോഴും അതേ വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. എല്ലാ സെക്ഷനിലും ഞാൻ പുതിയ ആൾക്കാരെ കണ്ടുപിടിച്ച് വയ്ക്കും. എന്നിട്ട് മ്യൂസിക് ഡയറക്ടർ ചോദിക്കുമ്പോൾ ഇന്ന ഒരു പുതിയ പ്ലെയർ ഉണ്ട്, അയാൾ നല്ല പ്ലെയറാണെന്ന് ഞാൻ കൺഫേം ചെയ്തതിന് ശേഷമാണ്. അത് പ്രത്യേകിച്ച് സിംഗേഴ്സ്, കീബോർഡ് പ്ലെയേഴ്സ്, കോറസ് ആർട്ടിസ്റ്റ്, എപ്പോഴും
എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും പുതിയ ആൾക്കാരുണ്ടോ എന്ന് ചോദിക്കുന്നത്. കാരണം പുതിയ ആൾക്കാരിൽ നിന്നാണ് കൂടുതൽ സൗണ്ടിങ് ഫ്രഷ് സൗണ്ടിങ് കിട്ടുന്നത്. ഏതായാലും ഇനിയും ഒരുപാട് വർഷങ്ങൾ വളരെ സജീവമായിട്ട് രംഗത്ത് നിൽക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.